പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദി മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ഏപ്രിൽ 6 തിങ്കൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഒരു ദിവസം ജീവിതം നമ്മെ ഒരു ആഴമുള്ള ചോദ്യത്തിന് മുമ്പിൽ നിർത്തും. നിന്റെ കൂടെ ആരുണ്ട്? ഈ ചോദ്യത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. മനുഷ്യൻ മാറാം, സാഹചര്യങ്ങൾ മാറാം, നമ്മുടെ ശക്തി പോലും ക്ഷയിക്കാം. എന്നാൽ ഇവയെല്ലാം കടന്ന് മുകളിലുള്ളതായ ഒരു ഉത്തരമുണ്ട്. അത് ദൈവവചനത്തിൽ നാം കേൾക്കുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നത്. ഇതൊരു പേരല്ല, ഒരു പ്രഖ്യാപനമാണ്. ദൈവം മോശയോട് തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ഞാനാകുന്നു എന്നത് ദൈവത്തിൻ്റെ നിത്യസാന്നിധ്യത്തിൻ്റെ മഹത്തായ പ്രഖ്യാപനമാണ്. മോശയുടെ ജീവിതം ഒന്നോർക്കാം. അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. അവൻ ഭയപ്പെട്ടു, സംശയിച്ചു, തൻ്റെ അയോഗ്യതയെക്കുറിച്ച് അവൻ ചിന്തിച്ചു. ദൈവം കത്തുന്ന ചെടിയിൽ അവനെ വിളിച്ചപ്പോൾ അവൻ്റെ ആദ്യ പ്രതികരണം ആത്മവിശ്വാസമല്ലാതെ ഇല്ലായിരുന്നു. ദൈവം അവനോട് പറഞ്ഞത് ഞാൻ ആരാണ് എന്നതാണ് പ്രധാനപ്പെട്ടത് എന്നാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇതൊരു സത്യമാണ്. നമ്മുടെ കഴിവുകളല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ശക്തി. ഞാനാകുന്നു എന്ന ദൈവനാമം നമ്മോട് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെയുണ്ട് എന്നതാണ്. നാം ഏത് സാഹചര്യത്തിലായാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. സഭാപിതാക്കന്മാരിൽ അഗ്രഗണനായ ഗ്രിഗറി ഓഫ് നിസ്സ ഇതിനെക്കുറിച്ച് പറയുന്നത്, ദൈവം ഞാനാകുന്നു എന്നത് അവൻ മാറ്റമില്ലാത്തതായ ഒരു സത്യമാണ് വെളിപ്പെടുത്തുന്നത്. എല്ലാം മാറുമ്പോഴും അവൻ മാറുന്നില്ല. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ കുറവിനും മറുപടി ദൈവം തന്നെയാണ്. നമ്മുടെ ദുർബലതയിൽ അവൻ പറയുന്നു, ഞാൻ ശക്തിയാണ്. നമ്മുടെ ഇരുട്ടിൽ അവൻ പറയുന്നു, ഞാൻ വെളിച്ചമാണ്. നമ്മുടെ ആശങ്കകളിൽ അവൻ ഉറപ്പ് നൽകുന്നു, ഞാൻ സമാധാനമാണ്. ഈ സത്യം നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുവാൻ ചില കാര്യങ്ങൾ നാം ഓർക്കേണ്ടതുണ്ട്. നാം മാറിയേക്കാം, എന്നാൽ മാറാത്തവൻ ദൈവമാണ്. നമ്മുടെ അവസ്ഥ തകർന്നേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും തകരില്ല. മനുഷ്യൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നിടത്ത് ദൈവം പറയുന്നു, ഞാനാകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലാ കുറവുകളുടെയും പൂർണ്ണതയാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം സൂചിപ്പിക്കട്ടെ. ദ ലയൺ, ദ വിച്ച് ആൻഡ് ദ വാർഡ്രോബ് എന്ന കൃതിയിൽ കുട്ടികൾ ഭയത്തിലും ആശയക്കുഴപ്പത്തിലും ആയിരിക്കുന്ന സമയത്ത് കഥാകാരൻ അസ്ലാൻ എന്ന സിംഹത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. അവനൊരു സിംഹം മാത്രമല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. അസ്ലാൻ അവരുടെ കൂടെ ഉണ്ടെന്ന ബോധം വന്നപ്പോൾ അവരുടെ ഭയം അപ്രത്യക്ഷമാകും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മോട് പറയുന്നത്, ഞാൻ ഇവിടെയുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭയം മാറ്റും, സംശയം മാറ്റും, ഇരുട്ടിനെ മാറ്റും. ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് കഴിയില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് സാധിക്കില്ല. എന്നാൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഞാനാകുന്നു എന്നതാണ്. അതായത് നിനക്കുള്ള എല്ലാം ഞാൻ തന്നെയാണ്. അതിനാൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ എൻ്റെ ദുർബലതകളിലാണോ വിശ്വാസം വയ്ക്കുന്നത്, അതോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്? ഞാൻ എൻ്റെ പരിധികളിലാണോ ഞാൻ നോക്കുന്നത്, അതോ ദൈവത്തിൻ്റെ ശക്തിയാണ്? പ്രിയ സഹോദരങ്ങളെ, മോശയുടെ ജീവിതം മാറ്റിയത് അവൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഒരിടയനായിരുന്ന അവൻ ഒരു ജനതയുടെ നേതാവായി മാറി. കാരണം ഞാനാകുന്നു ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നാം എവിടെയായാലും എന്തായാലും ദൈവം നമ്മോട് ഒരേ വാക്ക് തന്നെ പറയുന്നു, ഞാനാകുന്നു. നമുക്കതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. നമ്മുടെ മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ നമ്മുടെ കൂടെ ഞാനാകുന്നു എന്ന ദൈവമുണ്ട്. നമ്മുടെ കൈകൾ ശൂന്യമായിരിക്കാം, പക്ഷേ നമ്മുടെ ഹൃദയം
ദൈവ സാന്നിധ്യത്തോടെ നിറഞ്ഞിരിക്കുന്നു. ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹങ്ങൾ നേടുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള കർത്താവേ, ഞാനാകുന്നു എന്നതിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ ഭയങ്ങളിൽ നിന്റെ ധൈര്യം നൽകണമേ. ഞങ്ങളുടെ ദുർബലതകളിൽ നിന്റെ ശക്തി നിറയ്ക്കണമേ. ഞങ്ങളുടെ സംശയങ്ങളിൽ നിന്റെ ഉറപ്പ് നൽകണമേ. എപ്പോഴും നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന ബോധത്തോടുകൂടെ ഞങ്ങൾ മുൻപോട്ട് പോകട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.